പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സദൃശവാക്യങ്ങൾ 18:4. Proverbs chapter 18 verse 4. മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. ആഴമുള്ള വെള്ളം പലപ്പോഴും ആഴത്തിൽ കിടക്കുന്നത് നമ്മൾ കാണത്തില്ല. പക്ഷേ ഇവിടെ പറയുന്നു, മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളം. വാക്കുകൾ നാം സംസാരിക്കുമ്പോൾ മാത്രമേ പുറത്തു വരത്തുള്ളൂ. എന്നാൽ മനസ്സിലാക്കണം, ജ്ഞാനത്തിൻ്റെ വാക്കുകളാണെങ്കിൽ അത് ഒഴുകിപ്പോവും. എവിടേക്കാണ്? മറ്റുള്ളവരിലേക്ക്. എന്തിനാ? മറ്റുള്ളവരുടെ ദാഹം തീരേണ്ടതിന്, മറ്റുള്ളവർക്ക് തണുപ്പ് ലഭിക്കേണ്ടതിന്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളങ്ങനെയാണോ? പ്രൈസ് ഗോഡ്. പ്രതിസന്ധിയിൽ കൂടെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ കാണാതെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും ദിവസങ്ങൾ തള്ളി നീക്കി പ്രാർത്ഥനാ വിഷയങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ തളർന്നു പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. സദൃശവാക്യങ്ങൾ 10:11 ഇങ്ങനെ പറയുന്നു, നീതിമാൻ്റെ വായ ജീവൻ്റെ ഉറവാകുന്നു. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. നീതിമാൻ്റെ വായ ജീവൻ്റെ ഉറവാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഡ്രൈ സീസൺസ് വന്നിട്ടുള്ളതിലേക്ക് ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചേ. പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തണുപ്പ് കിട്ടാതെ, ഉത്തരം കിട്ടാതെ, ദാഹം കൊണ്ട് വരണ്ടുപോയ അവസ്ഥകൾ തീർച്ചയായും വന്നിട്ടുണ്ടല്ലേ? പ്രാർത്ഥിച്ച് കുഞ്ഞെ നീ ഭയങ്കര ബുദ്ധിമുട്ടിലായി, ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ഓഫ് ലിവിങ് വാട്ടർ ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓർത്ത് ഭാരപ്പെട്ടിട്ടില്ലേ? നമ്മൾ പിന്നീട് ചിലപ്പോൾ ഉപവസിക്കാൻ തുടങ്ങും, പ്രാർത്ഥന ഒന്നുകൂടെ കൂട്ടിയെന്നിരിക്കും, ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു എന്നിരിക്കും, സോങ്സ് ഓഫ് പ്രൈസ് ധാരാളം പാടിയെന്നിരിക്കും, മണിക്കൂറുകൾ ദിവസത്തിൽ ഇരുന്നു എന്നിരിക്കും. പക്ഷേ എങ്ങും എത്തുന്നില്ല എന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒന്നും ഫ്രഷായിട്ട് നമുക്ക് തോന്നത്തില്ല. ഒന്നുകൂടെ ഡ്രൈ ആയിപ്പോയല്ലോ വിഷയങ്ങൾ, ഞാൻ ഡ്രൈ ആയിപ്പോയല്ലോ, എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഡ്രൈ ആയിപ്പോയല്ലോ നമുക്ക് തോന്നും. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അവസാനം നമ്മൾ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നുറങ്ങും. ആ സമയത്ത് ദുഷ്ടപിശാച് സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും, സന്തോഷിക്കുമായിരിക്കും. നമ്മുടെ ഉറക്കത്തെയും അവൻ കെടുത്തി കളയും, നമ്മളെ ഇട്ട് വട്ടം ചുറ്റിക്കും. നമ്മൾ ഓർക്കും, എന്തുകൊണ്ടാണ് ദൈവത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാത്തത്? എന്നാൽ നീ ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമോ? ആത്മാവിൽ നീ ഒന്ന് സന്തോഷിപ്പാൻ തുടങ്ങുമ്പോഴും നീ ഡ്രൈ ആയിട്ട് നിനക്ക് തോന്നുമായിരിക്കും. പക്ഷെങ്കിൽ ദൈവം നിന്നെ ബലപ്പെടുത്തും. ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ വിൽഡർനെസ്സിന്, ഞാൻ എവിടെ പോയി വിളിച്ചിരുന്നാലും നിൻ്റെ കണ്ണിനെ കാണുന്നുണ്ട്. നീ എന്നെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരത്തില്ല. തുറന്നു പറ ദൈവവൈതലേ ദൈവത്തോട്. ഇങ്ങനെയുള്ള സമയത്തിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത് നമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനാണ്. നമ്മുടെ കണ്ടീഷൻസിന് ഭയങ്കര ചേഞ്ചസ് അവൻ കൊണ്ടുവരും. കുഞ്ഞെ, ഇതൊരു തോൽവിയുടെ സ്ഥലമല്ല. സംഖ്യാപുസ്തകത്തിൽ നാം ഒരു ഭാഗം കാണുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ജനം, തൻ്റെ സ്വന്തം ജനം, ഇസ്രായേൽ മക്കൾ വെള്ളം കിട്ടാതെ വലഞ്ഞുപോയ ഒരു അവസ്ഥ. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. Numbers chapter 21 verses 16, 17 and 18.
അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറേ പൊങ്ങിവ, അതിന് പാട്ടുപാടുവീൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ണുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. ദൈവം അവരെ തൃപ്തിപ്പെടുത്തിയില്ലേ? ദൈവം അവർക്ക് വേണ്ടുവോളം കുടിപ്പാൻ കൊടുത്തില്ലേ? അവരുടെ ഫ്രസ്ട്രേഷൻസിനെ മാറ്റിയില്ലേ? മനസ്സിലാക്കുക ദൈവവൈതലേ, വിൽഡർനെസ് എന്ന് പറയുന്നത് തോൽവിയുടെ ഒരു സ്ഥലമല്ല, ജയത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ഭക്തൻ പറയുക, ദൈവം തന്നെ സഹായിച്ച വിധം, താൻ വിട്ടുകളയാമെന്ന് വിചാരിച്ച സമയത്ത് പോലും താനൊരു ചെറിയ ശബ്ദം തൻ്റെ ഉള്ളിൽ കേട്ടു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, ഫൈറ്റ്, നീ യുദ്ധം ചെയ്യുക, ആത്മാവിൽ യുദ്ധം ചെയ്യുക. ആ ഒരു കുഞ്ഞു വാക്ക് ഒരു സ്പാർക്ക് ഓഫ് ഫയർ പോലെ തൻ്റെ ഉള്ളിൽ വീണെന്നാണ് പറയുന്നത്. തൻ്റെ ഉള്ളിൽ ദൈവം വെച്ചിരുന്ന ആത്മാവിൻ്റെ ആ വരങ്ങളുണ്ടല്ലോ, താൻ എന്ത് ചെയ്തെന്നാണ് താൻ പറയുന്നതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയാം. താൻ പറയാൻ തുടങ്ങി, സ്റ്റർ അപ്പ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇൻ മീ, കം ഫോർത്ത് റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ, സ്പ്രിങ് അപ്പ് ഓ വെൽ ഇൻ ടു മൈ സോൾ. ഇത് പറഞ്ഞ് ഈ വാക്കുകൾ താൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തിൽ കണ്ട വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ഇൻറ്റൻസായി. താൻ ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. എല്ലാം അവന് ഫ്രഷായിട്ട് തോന്നി. താൻ തന്നെ ഒരു ഉണർവ് പ്രാപിക്കുന്നതായിട്ട് തോന്നി. താൻ തന്നെ ഒരു ജീവനിലേക്ക് വരുന്ന പോലെ തനിക്ക് തോന്നി. തനിക്കൊരു ചൈതന്യം ലഭിക്കുന്നതായിട്ട് തോന്നി. ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തിയേറിയ വിധത്തിൽ താൻ അനുഭവിക്കാൻ തുടങ്ങി. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ താൻ വളരെ വീക്കായിട്ട്, വളരെ ഹെവിയായിട്ട് ഒക്കെ തോന്നിയ സമയത്തൊന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഗിയർ മാറ്റിയിട്ടതുപോലെ തൻ്റെ ആ അപ്രോച്ച് മാറി. ഏത് ശത്രു വന്നാലും ദൈവവചനം കൊണ്ട്, ആത്മാവിൻ്റെ വാളുകൊണ്ട് ആ ശത്രുവിനെ വെട്ടാൻ തക്കവണ്ണം താൻ പ്രാപ്തി പ്രാപിച്ചതുപോലെ എനിക്ക് തോന്നി. താൻ റെഡിയായി ശത്രുവിനെ ഫേസ് ചെയ്യുവാൻ. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 37, 38 and 39. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ ആ ഭക്തൻ അങ്ങനെ ദൈവത്തെ ആരാധിപ്പാനും തൻ്റെ കൃപയും കൃപാവരങ്ങളും സ്റ്റോറപ്പ് ചെയ്യണമേ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ദൈവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം കൊടുത്തു. മരുഭൂമിയിൽ മഴ വളരെ കുറവാണ്. നമുക്ക് ഈസിയായിട്ട് അവിടെ വെള്ളം കിട്ടത്തില്ല. നമ്മൾ അന്വേഷിച്ച് നടന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ ചില കിണർ അല്ലെങ്കിൽ ചില ഉറവ, അതിൽ നിന്നേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞെ, നീ ഒരു ഡ്രൈ സീസണിനകത്തായിത്തീരുമ്പോൾ നീ പുറമേ ഉള്ള യാതൊന്നും കൊണ്ടും റിഫ്രഷ്ഡ് ആകുമെന്ന് വിചാരിക്കാൻ ഇടയാകരുത്. നീ എന്ത് ചെയ്യണം?
ഡിഗ് ഡീപ്പ് ഇൻറ്റേർണലി. ഉള്ളിൻ്റെ ഉള്ളിൽ നീ ആഴത്തിലേക്കൊന്ന് കുഴിച്ചിറങ്ങ്. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ ഈസിയായി കോരിയെടുക്കുവാൻ കിട്ടും. ഈ ഭാഗം അതിൻ്റെ ആഴം എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക്, ആരാധനയുടെ ആഴത്തിലേക്ക്, കൃപയുടെ ആഴത്തിലേക്ക് നീ ഒന്നിറങ്ങുക. നിൻ്റെ ദാഹം തീരുന്നത് വരെ നിനക്ക് തണുക്കത്തക്കവണ്ണം കുടിപ്പാൻ വേണ്ടതെല്ലാം നിനക്ക് ലഭിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നീ ജീവജല നദികൾ തുറന്നു തരണമേ. മരുഭൂമിയുടെ ഡെസേർട്ടിൽ, വിൽഡർനെസ് എക്സ്പീരിയൻസിൽ ഞങ്ങൾ തളർന്നു പോകാനല്ല, അവിടെ നിന്ന് ചൈതന്യം പ്രാപിച്ച്, കൃപമേൽ കൃപ പ്രാപിച്ച്, ജയത്തോടെ ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ്റെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.